അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയാക്കി ഉയർത്തിയ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി ഞാൻ ആദ്യമേ പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈശോയെ എനിക്ക് തിരിച്ചു തന്ന അമ്മയ്ക്ക് അതിലേറെ നന്ദി പറയുന്നു. എൻ്റെ പേര് ഡാലിയ. ഞാൻ കണ്ണൂർ ഹോളി ഫാമിലി ഇടവകാംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 3/10/2022 ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ OET എക്സാമിന് വേണ്ടിയായിരുന്നു. ഞാൻ എക്സാം 4 തവണ എഴുതി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. എപ്പോഴും പോകുന്നത് സ്പീക്കിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സ്പീക്കിങ്, സംസാരിക്കാൻ. അവസാനം ആദ്യം എക്സാം എഴുതുമ്പോൾ എൻ്റെ അനിയത്തിനോട് പറയുമായിരുന്നു, പോയി ഉടമ്പടി എടുക്കുക ചേച്ചിയെ പ്രാർത്ഥിക്കുക. പക്ഷേ ഞാൻ ഇതുവരെ കൃപാസനത്തെ അറിയാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് 4ാമത്തെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ആൻറ്റി എന്നെ വിളിച്ച് പറഞ്ഞു, നീ അവിടെ പോവും, നിനക്ക് എന്തായാലും കിട്ടുമെന്ന്. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നൊന്ന് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ല. ഉടമ്പടി എടുത്തു, ഞാൻ പോയി. അങ്ങനെ പക്ഷേ മാതാവിൻ്റെ കൂടെ തന്നെ വന്നിരുന്നു. അത് കഴിഞ്ഞ് മാതാവിനോട് ചോദിച്ച് ഞാൻ ഡേറ്റ് എടുത്തു. നവംബറിൽ തന്നെ ഡേറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞ് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. സ്പീക്കിംഗ് എനിക്ക് എൻ്റെ നാവിൻ്റെ കെട്ടഴിച്ച് തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറ്. അങ്ങനെ പ്രാർത്ഥിച്ചു. എക്സാമായി. ഞാൻ രാവിലെ പ്രാർത്ഥിച്ച് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ എക്സാം സെൻറ്ററിൽ കയറി ലിസണിങ് കഴിഞ്ഞു. ലിസണിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്ക് ഇത് സ്പീക്കർ ഓഫായി പോകുന്നു, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അതുപോലെ റീഡിങ് തുടങ്ങി. റീഡിങ്ങിൻ്റെ പാട്ടും ഭയങ്കര ടഫായിരുന്നു. എന്നും എഴുതിയതിലും ഭയങ്കര ടഫായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് ഇല്ലേ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നു. പക്ഷേ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് എനിക്ക് ഡൗട്ടായിരുന്നു മാതാവ് തന്നെയാണോ അതെയോ സ്പ്രേ ആണോ എന്ന്. പക്ഷേ എനിക്ക് ഡീപ്പ് ബ്രെത്ത് എടുക്കുമ്പോൾ മാത്രമാണ് മാതാവിൻ്റെ സ്മെല്ല് വന്നത്. അപ്പോൾ എനിക്ക് ബോധ്യമായി മാതാവ് ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ബിയും സിയും പാട്ടിലേക്ക് കടന്നപ്പം ശരിക്കും ഒരു മലയാളം പത്രം വായിക്കുന്ന പോലെ തന്നെയായിരുന്നു ഞാൻ ഇംഗ്ലീഷ് അതിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തത്. ഞാൻ വായിക്കേണ്ട ആവശ്യം എനിക്ക് വന്നില്ല. അതിന് മുന്നേ എനിക്ക് ഉത്തരം അടയാളപ്പെടുത്താൻ നീ വായിക്കണ്ട എന്ന് പറയുകയായിരുന്നു. അങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞ് കറക്റ്റ് ടൈമായപ്പം ലാസ്റ്റ് ബബിൾ ചെയ്തപ്പോഴത്തേനും ടൈം തീർന്നു. അങ്ങനെ അത് കഴിഞ്ഞു. സ്പീക്കിങ്ങിലേക്ക് കടന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, അരമണിക്കൂറുള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുമായിരുന്നു മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു, നീല ഷാളിട്ട ഒരാളാണ് ഇൻ്റർലോക്യൂട്ടറായിട്ട് വരിക എന്ന്. അപ്പം ഞാൻ ഡോറിൻ്റെ ഇടയിലൂടെ ഞാൻ കണ്ടു അത് നീല ഷോള് തന്നെയാണ്. അപ്പം ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉള്ളിലേക്ക് കടന്നപ്പോൾ ഞാൻ കാണുന്നത് നീലയ്ക്ക് പകരം പച്ചയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇത് പച്ചയാണല്ലോ. പക്ഷേ നമ്മുടെ തിരി നീലം പച്ചയാണെന്നുള്ളൊരു ബോധ്യമൊന്നും അന്നേരം വന്നില്ല. ടെൻഷനായിരുന്നു. പിന്നെ പേഷ്യൻ്റെ പേരും ഇൻ്റർലോക്യൂട്ടർ ബൈസ്റ്റാൻഡറിൻ്റെ പേരും ചോദിച്ചു. ബൈസ്റ്റാൻഡറിനോടാണ് സംസാരിക്കുന്നത് നമ്മൾ. അപ്പോൾ അവർ പറഞ്ഞു അന്ന എന്ന് പറഞ്ഞു. ആനാണ് ബൈസ്റ്റാൻഡർ, അന്നയാണോ ബൈസ്റ്റാൻഡർ? മൊത്തത്തിൽ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. എങ്ങനെയാണെങ്കിലും ഞാൻ സംസാരിച്ചു. പക്ഷേ ടെൻഷനൊന്നുമില്ല, അത് പുറത്തിറങ്ങി. റിസൾട്ട് വരുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ 1.5 വർഷമായി പഠിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡയറികളെല്ലാം ഞാനെടുത്ത് ഷെൽഫിന് മുകളിൽ വെച്ചു. പൂർണ്ണമായൊരു വിശ്വാസമായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ റിസൾട്ട് വന്നു. സ്പീക്കിങ്ങിന് എനിക്ക് B തന്നു. ഞാനിപ്പോൾ ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിലാണ്. ഇത്രയും നന്മകൾ തന്ന അമ്മയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു ഞാൻ എടുത്തത്. അമ്മയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു കൈക്ക്. അത് എല്ല് തേയുന്നതെന്ന് പറഞ്ഞു. ഒത്തിരി MRI മരുന്നൊക്കെ കഴിച്ചിരുന്നു. MRI സ്കാൻ ചെയ്തു, വേറൊന്നും ചെയ്യാനില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന് അമ്മ ഒരു ദിവസം വീട്ടിൽ വന്നു 2 ദിവസം കഴിഞ്ഞപ്പം. അപ്പം ഞാൻ ഉടമ്പടി തൈലം പരട്ടിയപ്പം അമ്മ എന്നോട് പറഞ്ഞു, എടി എന്തോ പറന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി, പിന്നെ എനിക്ക് വേദനിച്ചിട്ടില്ല എന്ന്. അപ്പം അമ്മയ്ക്ക് ഒരുപാട് ആശ്വാസമുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ 3ാമത്തെ സാക്ഷി എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. പുറത്തേക്ക് ഞാൻ ഇറങ്ങിയ ഓർക്കുമ്പം തന്നെ എനിക്ക് തലവേദന വരും. അപ്പം മരുന്ന് കഴിക്കണം, പാരസെറ്റമോൾ കഴിക്കണം, അപ്പോഴേ അത് മാറത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ
ഞാനത് ഉടമ്പടിയിൽ വെക്കാത്ത കുറച്ച് നിയോഗങ്ങളായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പോയി എന്തായാലും എനിക്ക് തലവേദന എടുക്കുമെന്നറിയാം. പക്ഷേ ഇതുവരെ ഇപ്പം 3.5 മാസത്തോളമായി എനിക്ക് തലവേദന എടുത്തിട്ടില്ല. അതുപോലെ തന്നെയുള്ളതായിരുന്നു നിയോഗത്തിൽ വെക്കാത്ത എൻ്റെ UTIയും യൂറിനറി ഇൻഫെക്ഷൻ എനിക്ക് ഭയങ്കരമായ പ്രോബ്ലം ആയിരുന്നു. അതുപോലെ തന്നെ 3 സിസേറിയൻ കഴിഞ്ഞുകൊണ്ട് എനിക്ക് യൂറിൻ തനിയെ പോകുമായിരുന്നു, ചുമയ്ക്കാൻ പറ്റത്തില്ല, തുമ്മാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു 1.5 മാസത്തോളം മരുന്ന് കഴിച്ചു, ആൻറ്റിബയോട്ടിക്ക് തന്നെ. പക്ഷെ അത് കഴിക്കുമ്പോൾ എനിക്ക് കുറയും, പിന്നെ വീണ്ടും കൂടും. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഇതുവരെ എനിക്കൊരു വേദന UTIയുടെ അനുഭവപ്പെട്ടിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എക്സാം എഴുതുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രമേ മാതാവ് പാസ്സാക്കി കൊടുക്കാറുള്ളൂ. ആര് സാക്ഷ്യം പറയുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എക്സാം. പക്ഷേ അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് കഴിഞ്ഞതുകളൊന്നും ബുദ്ധിമുട്ടില്ല, പക്ഷേ എന്താവും എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും എനിക്ക് മാതാവ് ബുദ്ധിമുട്ടില്ല എന്ന് തോന്നിയെങ്കിലും എനിക്ക് തന്നു. പിന്നെ ഉള്ളത് അച്ഛനാണെങ്കിലും നമ്മുടെ ജോസഫ് അച്ഛൻ ധ്യാനത്തിന് ഇങ്ങനെ പറയും, കണ്ണീരോടെ പ്രാർത്ഥിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്ന്. പക്ഷേ എനിക്ക് കണ്ണീര് വരത്തില്ല, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാൻ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് മാതാവ് എനിക്ക് തരുമോ ഇല്ലയോ എന്ന് സംശയമായിരുന്നു. അപ്പം ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പം ആ കുരിശ് എൻ്റെ കൈ കിട്ടി. നമ്മുടെ ബുദ്ധിമുട്ട് ഏതാണ് മൊഡ്യൂളെന്ന് പറയാൻ പറഞ്ഞപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പം മാത്രമാണ് ഞാനൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചത്. പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ഉടമ്പടിയിലെ കാര്യങ്ങൾ ഞാൻ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പണ്ടേ ഈശോയോടൊപ്പം നടക്കുന്ന ഊണിലും ഉറക്കത്തിലും യാത്രയിലൊക്കെ ഈശോൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ ആണെങ്കിൽ രോഗികളെ സന്ദർശിക്കാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. വഴിയോരങ്ങളിലുള്ളവർക്ക് ഭക്ഷണം ഞാൻ തനിയെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഡിസംബറായപ്പം തണുപ്പായപ്പോൾ അവർക്ക് പുതപ്പൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും കൂടുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു. ഒന്നിനും ആദ്യത്തെ ഒരാഴ്ച മാത്രം ബൈബിൾ വായിക്കാനും അരമണിക്കൂറത്തെ പ്രാർത്ഥനയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പിന്നെ മാറി. 3 പിള്ളേരുള്ളതുകൊണ്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അത് ഒരാഴ്ച കൊണ്ട് മാറി. പിന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒത്തിരി സമാധാനം കിട്ടി. അങ്ങനെ എനിക്ക് തന്ന പറഞ്ഞതും പറയാത്തതും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഡാലിയ ഉടമ്പടി എടുത്തതിന് ശേഷം അത്